രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ പറഞ്ഞതുപോലെ ത്രയത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞത് ആരാ? നിങ്ങളുടെ കോൺഗ്രസിൽ നിങ്ങളുടെ തന്നെ തള്ളി പറയുന്നുണ്ടോ? ആര് തള്ളി പറയാം? ഞാൻ തള്ളി പറയുന്നത് അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്രമണം നേരിട്ടുണ്ടെങ്കിൽ അത് ആദ്യം കോൺഗ്രസ് ക്യാമ്പിൽ നിന്നാണ്. അതിനുശേഷമാണ് CPM അത് ക്യാമ്പയിനായിട്ട് എടുക്കുന്നത്. കണ്ടില്ല, കോൺഗ്രസ് പുറത്തു വന്നവരാണ് പറഞ്ഞത്. ക്യാമ്പിനകത്ത് ഞാനും കേട്ടില്ല. രാഹുൽ അകത്തുനിന്നുകൊണ്ട് എന്നും കൃഷ്ണദാസ് എന്താ പറഞ്ഞത്? പെട്ടിയെടുത്ത് കളയാൻ പറഞ്ഞു. അത് CPM അല്ലേ പറഞ്ഞത്, കോൺഗ്രസ് അല്ലല്ലോ. അത് CPM അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചു വന്നാൽ, നമ്മൾ കണക്കിലേക്ക് വന്നാൽ 9281 വോട്ടുകൾക്ക് നിലവിൽ ചേലക്കരയിൽ UR പ്രദീപ് മുന്നിലാണ്. 1388 വോട്ടുകൾക്ക് ഇതുവരെ ടീ ബ്രേക്ക് കഴിഞ്ഞില്ലേ? പാലക്കാട് ടീ ബ്രേക്ക് ഇനി ഒരു കണക്ക് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് വരുന്ന ഇപ്പോൾ മഹാരാഷ്ട്രയിലെ കൽവാനിൽ നിന്ന് വരുന്ന വാർത്തയനുസരിച്ച് അവിടെ CPMന്റെ സ്ഥാനാർത്ഥി ജിവ പണ്ടു 4422 വോട്ടുകൾക്ക് മുന്നിലാണ്. ജിവ പണ്ടു ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജിവ പണ്ടു ലീഡ് ചെയ്യുന്നത് 4400. ഇത് കോൺഗ്രസിന് പാലക്കാട് ഗുണം ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ സുജയ? പറയാൻ പറ്റും. കെ സുധാകരൻ അങ്ങനെ അവകാശപ്പെടുമ്പോൾ പിന്നെ നമുക്ക് മറിച്ച് അവകാശപ്പെടാൻ പറ്റുമോ? അപ്പോൾ അതിനു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഓരോരുത്തരും അവരുടെ പക്ഷത്തെ വോട്ട് വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾക്കാണ് കൂടുതൽ ശ്രദ്ധിച്ചതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരമഗീതം കുറിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരേ ശബ്ദത്തിൽ, ഒരേ താളത്തിൽ, ഒരേ വരികളോടെ പ്രതിപക്ഷ സംഘമാകെ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടുതൽ കരുത്തുണ്ടാകുന്ന വിജയത്തിൽ ഒത്തുചേർന്ന ഞങ്ങളെ പിന്തുണച്ച എല്ലാവരോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. 7 റൗണ്ട് പൂർത്തിയായി. ചേലക്കര 63 ബാലകൃഷ്ണൻ 15704, രമ്യ ഹരിദാസ് 27782, സുധീർ 2542. 9281 വോട്ടുകൾക്ക് ചേലക്കരയുടെ ചേലുള്ള CR പ്രദീപ് മുൻപിലാകുന്നു. C കൃഷ്ണകുമാർ പിന്നിലാവുന്നു. പാലക്കാട് 1388 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിൽ. 2.5 ലക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം അടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 2,35,238 വോട്ടുകൾക്ക് വയനാട് ചുരം കയറി വന്ന പ്രിയങ്ക ഗാന്ധി തരംഗമായി മാറുന്നു. വയനാട്ടിൽ പ്രിയങ്ക തരംഗം എന്ന് തന്നെ നമുക്ക് കൊടുക്കാം. 2,30,000. അപ്പോൾ 3 ലക്ഷം കിടക്കും. 3 ലക്ഷം കടല്ലേ? 4 ലക്ഷം ഒരു പരിധി വരെ കടന്നാൽ ഒരു 4.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലുള്ള ഭൂരിപക്ഷം കിട്ടും. കോൺഗ്രസിന് ആശ്വസിക്കാവുന്ന, കോൺഗ്രസ് ക്യാമ്പുകൾക്ക് ആഹ്ലാദിക്കാവുന്ന ഒരു അപ്ഡേറ്റും പാലക്കാട് ടീ ബ്രേക്കാണ്. ഇത്രയും വലിയ ടീ ബ്രേക്ക് പാലക്കാട് കൊടുത്തത് അനീതിയാണ്. കാര്യം പ്രേക്ഷകർ കാത്തിരിക്കുക അല്ലേ? മാത്രവുമല്ല, ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നത്. ആ കണക്കുകൾ നമ്മളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ഒടുവിലുള്ള കണക്കുകൾ പ്രകാരം 9281 വോട്ടുകൾക്ക് ചേലക്കരയിൽ CPM സ്ഥാനാർത്ഥി CR പ്രദീപ് മുന്നിൽ.